ദൈവത്തിന്റെ ജൈത്രയാത്ര വർണ്ണിക്കുന്ന കീർത്തനമാണ് 68-ാം സങ്കീർത്തനം. കലഹപ്രിയരെ വരണ്ട ഭൂമിയിൽ പാർപ്പിക്കുന്ന കർത്താവ് അഗതികൾക്ക് വസിക്കാൻ ഇടമൊരുക്കുന്നവനാണ്. ദൈവത്തിന്റെ ശക്തി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ഐശ്വര്യം ഏറ്റുവാങ്ങാൻ നമുക്ക് ശ്രമിക്കാം. കാറ്റിൽ പുകയെന്ന പോലെ അവരെ തുരത്തണമേ. അഗ്നിയിൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടർ ദൈവസന്നിധിയിൽ നശിച്ചു പോകട്ടെ. നീതിമാന്മാർ സന്തോഷഭരിതരാകട്ടെ. ദൈവസന്നിധിയിൽ അവർ ഉല്ലസിക്കട്ടെ. അവരാനന്ദം കൊണ്ട് മതിമറക്കട്ടെ. ദൈവത്തിനു സ്തുതി പാടുവിൻ, അവിടുത്തെ നാമത്തെ പ്രകീർത്തിക്കുവിൻ. മേഘങ്ങളിൽ സഞ്ചരിക്കുന്നവന് സ്തോത്രങ്ങൾ ആലപിക്കുവിൻ. കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. അവിടുത്തെ മുൻപിൽ ആനന്ദിക്കുവിൻ. ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്കു പിതാവും വിധവകൾക്കു സംരക്ഷകനുമാണ്. അഗതികൾക്കു വസിക്കാൻ ദൈവം ഇടം കൊടുക്കുന്നു. അവിടുന്നു തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ കലഹപ്രിയർ വരണ്ട ഭൂമിയിൽ പാർക്കുന്നു. ദൈവമേ, അങ്ങയുടെ ജനത്തിൻ്റെ മുൻപിൽ നീങ്ങിയപ്പോൾ, മരുഭൂമിയിലൂടെ അങ്ങ് മുന്നേറിയപ്പോൾ, ദൈവസാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു. സീനായ് പോലും ഇസ്രായേലിന്റെ ദൈവമായ അവിടുത്തെ മുൻപിൽ കുലുങ്ങിപ്പോയി. ദൈവമേ, അങ്ങ് ധാരാളം മഴ പെയ്യിച്ചു. അങ്ങയുടെ വാടിത്തളർന്നിരുന്ന അവകാശത്തെ പൂർവസ്ഥിതിയിലാക്കി. അങ്ങയുടെ അജഗണം അതിലൊരു വാസസ്ഥലം കണ്ടെത്തി. ദൈവമേ, അങ്ങയുടെ നന്മയാൽ ദരിദ്രർക്കാവശ്യമായതെല്ലാം അങ്ങു നൽകി. കർത്താവ് ആജ്ഞാപിക്കുന്നു, വലിയൊരു ഗണം ആ സദ്വാർത്ത വിളംബരം ചെയ്യുന്നു. സൈന്യങ്ങളുടെ രാജാക്കന്മാർ പിന്തിരിഞ്ഞോടുന്നു, പലായനം ചെയ്യുന്നു. വീട്ടിലുള്ള സ്ത്രീകൾ
കവർച്ച വസ്തുക്കൾ പങ്കിടുന്നു. നിങ്ങൾ ആട്ടിൻ തൊഴുത്തിൽ ഒളിച്ചിരിക്കുകയാണോ? ഇതാ വെള്ളി കൊണ്ടു പൊതിഞ്ഞതും തിളങ്ങുന്ന പൊൻചിറകുള്ളതുമായ പ്രാവിൻ രൂപങ്ങൾ. ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ, ഓടിപ്പോകട്ടെ. ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. സർവശക്തൻ അവിടെ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ സൽമോനിൽ മഞ്ഞു പെയ്തു. ബാഷാൻ എത്ര ഉത്തുംഗമായ പർവ്വതമാണ്, അനേകം കൊടുമുടികളുള്ള പർവ്വതം. കൊടുമുടികളേറെയുള്ള പർവ്വതമേ, കർത്താവ് എന്നേക്കും വസിക്കാൻ തിരഞ്ഞെടുത്ത മലയെ, നീ എന്തിന് അസൂയയോടെ വീക്ഷിക്കുന്നു? ആയിരം രഥവ്യൂഹങ്ങളോടെ കർത്താവ് സീനായിൽ നിന്നു തന്റെ വിശുദ്ധ സ്ഥലത്തേക്ക് വന്നു. അവിടുന്ന് ഉന്നതമായ ഗിരിയിലേക്ക് തടവുകാരെ നയിച്ചുകൊണ്ട് ആരോഹണം ചെയ്തു. കലഹിക്കുന്നവരിൽ നിന്നു പോലും അവിടുന്ന് കപ്പം സ്വീകരിച്ചു. ദൈവമായ കർത്താവ് അവിടെ വസിക്കും. അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമാണ് നമ്മുടെ രക്ഷ. നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്. മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണു നൽകുന്നത്. ദൈവം തന്റെ ശത്രുക്കളുടെ ശിരസ്സു തകർക്കും. ദുർമാർഗത്തിൽ ചരിക്കുന്നവരുടെ കേശാലംകൃതമായ നെറുക തകർക്കും. കർത്താവരുളിച്ചെയ്തു, ഞാനവരെ ബാഷാനിൽ നിന്നു തിരിച്ചു കൊണ്ടുവരും. സമുദ്രത്തിൻ്റെ അഗാധത്തിൽ നിന്നും ഞാൻ അവരെ തിരിച്ചു വിളിക്കും. നിങ്ങൾ കാലുകൾ രക്തത്തിൽ കഴുകുന്നതിനും നിങ്ങളുടെ നായ്ക്കൾ അത് നക്കിക്കുടിക്കുന്നതിനും തന്നെ. ദൈവമേ, അങ്ങയുടെ ആഘോഷപൂർവമായ എഴുന്നള്ളത്തു ദൃശ്യമായി. എന്റെ രാജാവായ ദൈവം വിശുദ്ധ സ്ഥലത്തേക്ക് എഴുന്നള്ളുന്നതു തന്നെ. മുൻപിൽ ഗായകർ, പിറകിൽ വാദ്യക്കാർ, നടുവിൽ തപ്പുകൊട്ടുന്ന കന്യകമാ. ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ, ഓടിപ്പോകട്ടെ. ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. മഹാസഭയിൽ ദൈവത്തെ വാഴ്ത്തുവിൻ.
ഇസ്രായേലിന്റെ ഉറവയിൽ നിന്നുള്ളവരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഏറ്റവും നിസാരനായ ബെഞ്ചമിൻ മുൻപിൽ നടക്കുന്നു. പിന്നീട് യൂദാ പ്രഭുക്കന്മാരുടെ സംഘം, സെബുലൂണിന്റെയും നഫ്താലിയുടെയും പ്രഭുക്കന്മാർ അതിനു പിന്നിൽ. ദൈവമേ, അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. ഞങ്ങൾക്കു വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ, അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. ജെറുസലേമിലെ അങ്ങയുടെ ആലയത്തിലേക്കു രാജാക്കന്മാർ അങ്ങേക്കുള്ള കാഴ്ചകൾ കൊണ്ടുവരുന്നു. ഞാങ്ങണകളുടെ ഇടയിൽ വസിക്കുന്ന വന്യമൃഗങ്ങളെയും പശുക്കിടാങ്ങളോട് കൂടിയ കാളക്കൂറ്റന്മാരുടെ കൂട്ടങ്ങളെയും ശാസിക്കണമേ. കപ്പം കൊതിക്കുന്ന ജനതകളെ ചവിട്ടിമെതിക്കണമേ. യുദ്ധപ്രിയരായ ജനതകളെ ചിതറിക്കണമേ. ഈജിപ്തിൽ നിന്ന് ഓടുകൊണ്ടുവരട്ടെ. എത്യോപ്യ ദൈവത്തിങ്കലേക്ക് വേഗം കരം നീട്ടട്ടെ. ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിനു സ്തുതികളാലപിക്കുവിൻ. കർത്താവിനു കീർത്തനം പാടുവിൻ. ആകാശങ്ങളിൽ അനാദിയായ സ്വർഗങ്ങളിൽ സഞ്ചരിക്കുന്നവനു തന്നെ അതാ അവിടുന്നു തന്റെ ശബ്ദം, ശക്തമായ ശബ്ദം മുഴക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയുവിൻ. അവിടുത്തെ മഹിമ ഇസ്രായേലിൻ്റെ മേലുണ്ട്. അവിടുത്തെ ശക്തി ആകാശങ്ങളിലുണ്ട്. ഇസ്രായേലിൻ്റെ ദൈവമായ അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഭീതിതനാണ്. അവിടുന്നു തൻ്റെ ജനത്തിനു ശക്തിയും അധികാരവും പ്രദാനം ചെയ്യുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ. അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ, ഓടിപ്പോകട്ടെ. ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ. അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. അധ്യായം 13. യേശു ദേവാലയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ പറഞ്ഞു, ഗുരു, നോക്കൂ, എത്ര വലിയ കല്ലുകൾ, എത്ര വിസ്മയകരമായ സൗധങ്ങൾ. അവൻ പറഞ്ഞു, ഈ മഹാസൗധങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? എന്നാൽ ഇവയെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. അനന്തരം അവൻ ഒലിവുമലയിൽ ദേവാലയത്തിന് അഭിമുഖമായിരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും അവനോട് സ്വകാര്യമായി ചോദിച്ചു, ഇതെന്ന് സംഭവിക്കുമെന്നും ഇവയെല്ലാം പൂർത്തിയാകാൻ തുടങ്ങുമ്പോൾ അടയാളം എന്തായിരിക്കുമെന്നും ഞങ്ങളോട് പറയുക. യേശു അവരോട് പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാനാണ് എന്ന് പറഞ്ഞ് പലരും എൻ്റെ നാമത്തിൽ വരും. അവർ അനേകരെ വഴിതെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, അവയെപ്പറ്റി കിംവദന്തികളും. അപ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകരുത്. ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്, എന്നാൽ അപ്പോഴും അവസാനമായിട്ടില്ല.
ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തലയുയർത്തും. പല സ്ഥലങ്ങളിൽ ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രം. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. സിനഗോഗുകളിൽ വെച്ച് നിങ്ങളെ പ്രഹരിക്കും. ദേശാധിപതികളുടെയും രാജാക്കന്മാരുടെയും മുമ്പാകെ എനിക്ക് സാക്ഷ്യം നൽകാൻ നിങ്ങൾ നിൽക്കും. എന്നാൽ ആദ്യം എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്തു പറയണമെന്ന് വിചാരിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്തോ അത് സംസാരിക്കുവിൻ. നിങ്ങളല്ല, പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തിടത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിച്ചുകൊള്ളട്ടെ. യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ. പുരമുകളിലായിരിക്കുന്നവൻ താഴെ ഇറങ്ങുകയോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ അകത്ത് പ്രവേശിക്കുകയോ വരുത്. വയലിലായിരിക്കുന്നവൻ മേലങ്കി എടുക്കാൻ പിന്തിരിയരുത്. ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. ഇത് ശീതകാലത്ത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനിയൊരിക്കലും ഉണ്ടാകാത്തതുമായ കഷ്ടതകൾ ആ ദിവസങ്ങളിൽ ഉണ്ടാകും. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കു വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. ഇതാ ക്രിസ്തു ഇവിടെ, അതാ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടും. സാധ്യമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കുന്നതിന് അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ പ്രവർത്തിക്കും. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. എല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആ പീഡനങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരുകയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് നിപതിക്കും, ആകാശശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അപ്പോൾ അവൻ ദൂതന്മാരെ അയക്കും. അവർ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിൻ്റെ അതിർത്തികൾ വരെ 4 ദിക്കുകളിലും നിന്ന് അവൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. അതിൻ്റെ കൊമ്പുകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചുകൊള്ളുക. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ. സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിവില്ലല്ലോ. വീടുവിട്ട് ദൂരേക്ക് പോകുന്ന ഒരുവൻ സേവകർക്ക് അവരവരുടെ ചുമതലയും കാവൽക്കാരന് ഉണർന്നിരിക്കാനുള്ള കൽപ്പനയും നൽകുന്നതുപോലെയാണ് ഇത്. ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ
നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്. ജാഗരൂകരായിരിക്കുവിൻ. അധ്യായം 14. പെസഹായ്ക്കും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിനും 2 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. യേശുവിനെ ചതിവിൽ പിടികൂടി വധിക്കേണ്ടത് എങ്ങനെയെന്ന് പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ആലോചിച്ചു കൊണ്ടിരുന്നു. അവർ പറഞ്ഞു, തിരുനാളിൽ വേണ്ട, ജനങ്ങൾ ബഹളമുണ്ടാക്കും. അവൻ ബഥാനിയായിൽ കുഷ്ഠരോഗിയായ ശിമിയോന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കവേ ഒരു വെൺകൽ ഭരണി നിറയെ വിലയേറിയ ശുദ്ധ നാർദീൻ സുഗന്ധതൈലവുമായി ഒരു സ്ത്രീ അവിടെ വന്നു. അവൾ ഭരണി തുറന്ന് അത് അവൻ്റെ ശിരസിൽ ഒഴിച്ചു. അവിടെ ഉണ്ടായിരുന്ന ചിലർ അമർഷത്തോടെ പരസ്പരം പറഞ്ഞു, ഈ തൈലം പാഴാക്കി കളഞ്ഞത് എന്തിന്? ഇത് 300-ലധികം ദനാറയ്ക്ക് വിറ്റു ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ. അവർ അവളെ കുറ്റപ്പെടുത്തി. യേശു പറഞ്ഞു, ഇവളെ സ്വൈര്യമായി വിടുക. എന്തിന് ഇവളെ വിഷമിപ്പിക്കുന്നു? ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടിയുണ്ട്. എപ്പോൾ വേണമെങ്കിലും അവർക്ക് നന്മ ചെയ്യാൻ സാധിക്കും. ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല. ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു. എൻ്റെ സംസ്കാരത്തിനു വേണ്ടി ഇവൾ എൻ്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത്. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ലോകത്തിലെവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും. 12 പേരിൽ ഒരുവനായ യൂദാസ് കറിയോത്ത യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി പ്രധാന പുരോഹിതന്മാരുടെ അടുത്തു ചെന്നു. അവർ ഇതറിഞ്ഞ് സന്തോഷിച്ച് അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അവനെ എങ്ങനെ ഒറ്റിക്കൊടുക്കാമെന്ന് വിചാരിച്ച് അവൻ അവസരം പാർത്തിരുന്നു. പെസഹാ ബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, നിനക്കു ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവനെ അനുഗമിക്കുക. അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടത്തെ ഗൃഹനാഥനോട് പറയുക, ഗുരു ചോദിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമൊത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളികമുറി അവൻ കാണിച്ചു തരും. അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിലെത്തി. അവൻ പറഞ്ഞിരുന്നതുപോലെ കണ്ടു. അവർ പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ 12 പേരും ഒരുമിച്ച് വന്നു. അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന നിങ്ങളിലൊരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവർ ദുഃഖിതരായി. അത് ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, 12 പേരിൽ എന്നോടൊപ്പം പാത്രത്തിൽ കൈമുക്കുന്നവൻ തന്നെ. മനുഷ്യപുത്രൻ തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നവന് ദുരിതം. ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് സ്വീകരിക്കുവിൻ. ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് നൽകി. എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു. അവൻ അവരോട് അരുളി ചെയ്തു, ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ചതിനു ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും ഇടർച്ചയുണ്ടാകും. ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും എന്നെഴുതപ്പെട്ടിരിക്കുന്നു. ഞാൻ ഉയിർപ്പിക്കപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകും. പത്രോസ് പറഞ്ഞു, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല. യേശു അവനോട് പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി
2 പ്രാവശ്യം കൂവുന്നതിനു മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം നിഷേധിച്ചു പറയും. അവൻ തറപ്പിച്ചു പറഞ്ഞു, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. അവർ ഗത്സമനി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂടെ കൊണ്ടുപോയി പര്യാകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു. നിങ്ങളിവിടെ ഉണർന്നിരിക്കുവിൻ. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു, അബ്ബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. എന്നാൽ എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം മാത്രം. അനന്തരം അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു, ശിമിയോനെ, നീ ഉറങ്ങുന്നുവോ? 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. അവൻ വീണ്ടും പോയി അതേ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നപ്പോൾ അവർ ഉറങ്ങുന്നതാണ് കണ്ടത്. അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു. അവനോട് എന്തു മറുപടി പറയണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവൻ 3-മതും വന്ന് അവരോട് പറഞ്ഞു, ഇനിയും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുന്നത് മതി, സമയമായിരിക്കുന്നു. ഇതാ, മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. ഇതാ, എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ 12 പേരിൽ ഒരുവനായ യൂദാസ് അവിടെയെത്തി. അവനോടുകൂടെ പ്രധാന പുരോഹിതന്മാരുടെയും നിയമജ്ഞരുടെയും ജനപ്രമാണികളുടെയും അടുത്തുനിന്ന് വാളും വടിയുമായി ഒരു ജനക്കൂട്ടവും വന്നിരുന്നു. ഒറ്റുകാരൻ അവർക്ക് ഒരടയാളം നൽകിയിരുന്നു. ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ, അവനെ പിടിച്ച് സുരക്ഷിതമായി കൊണ്ടുപോയിക്കൊള്ളുക. അവൻ യേശുവിനെ സമീപിച്ച് ഗുരു എന്ന് വിളിച്ചുകൊണ്ട് അവനെ ഗാഠമായി ചുംബിച്ചു. അപ്പോൾ അവർ അവനെ പിടിച്ച് ബന്ധിച്ചു. സമീപത്തു നിന്നിരുന്ന ഒരുവൻ വാളൂരി പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ ചെവി ഛേദിച്ചു കളഞ്ഞു. യേശു അവരോട് പറഞ്ഞു, കവർച്ചക്കാരനെതിരെ എന്നതുപോലെ വാളും വടിയുമായി എന്നെ ബന്ധിക്കാൻ നിങ്ങൾ വന്നിരിക്കുന്നുവോ? ഞാൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ വിശുദ്ധ ലിഖിതങ്ങൾ പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ടോടിപ്പോയി. എന്നാൽ ഒരു യുവാവ് അവനെ അനുഗമിച്ചു. അവൻ ഒരു പുതപ്പ് മാത്രമേ തൻ്റെ ശരീരത്തിൽ ചുറ്റിയിരുന്നുള്ളൂ. അവർ അവനെ പിടിച്ചു. അവൻ പുതപ്പുപേക്ഷിച്ച് നഗ്നനായി ഓടിപ്പോയി. അവർ യേശുവിനെ പ്രധാന പുരോഹിതന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എല്ലാ പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും നിയമജ്ഞരും ഒരുമിച്ചുകൂടി. പത്രോസ് പ്രധാന പുരോഹിതന്റെ മുറ്റം വരെ അവനെ അല്പം അകലെയായി അനുഗമിച്ചു. പിന്നീട് അവൻ പരിചാരകരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു. പുരോഹിത പ്രമുഖന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ വധിക്കുന്നതിന് അവനെതിരെ സാക്ഷ്യമന്വേഷിച്ചു. പക്ഷേ അവർ കണ്ടെത്തിയില്ല. പലരും അവനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെങ്കിലും അവ തമ്മിൽ പൊരുത്തപ്പെട്ടില്ല. ചിലർ എഴുന്നേറ്റ് അവനെതിരെ ഇപ്രകാരം കള്ളസാക്ഷ്യം പറഞ്ഞു: കൈകൊണ്ട് പണിത ഈ ദേവാലയം ഞാൻ നശിപ്പിക്കുകയും കൈകൊണ്ട് പണിയാത്ത മറ്റൊന്ന് 3 ദിവസം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്യുമെന്ന് ഇവൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിലും അവരുടെ സാക്ഷ്യങ്ങൾ പൊരുത്തപ്പെട്ടില്ല. പ്രധാന പുരോഹിതൻ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് യേശുവിനോട് ചോദിച്ചു: ഇവർ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നതിന് നിനക്ക് മറുപടിയൊന്നും പറയാനില്ല? അവൻ നിശബ്ദനായിരുന്നു, മറുപടിയൊന്നും പറഞ്ഞില്ല. പ്രധാന പുരോഹിതൻ വീണ്ടും ചോദിച്ചു: നീയാണോ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ ക്രിസ്തു? യേശു പറഞ്ഞു: ഞാൻ തന്നെ. മനുഷ്യപുത്രൻ ശക്തിയുടെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. അപ്പോൾ പ്രധാന പുരോഹിതൻ വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു: ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ. നിങ്ങൾക്കെന്തു തോന്നുന്നു? അവൻ മരണത്തിന് അർഹനാണെന്ന് അവരെല്ലാവരും വിധിച്ചു. ചിലർ അവനെ തുപ്പാനും അവന്റെ മുഖം മൂടിക്കെട്ടി മുഷ്ടി കൊണ്ടിടിക്കാനും നീ പ്രവചിക്കുക എന്നവനോട് പറയാനും തോന്നി. ഭൃത്യന്മാർ അവന്റെ ചെകിട്ടത്തടിച്ചു. പത്രോസ് താഴെ മുറ്റത്തിരിക്കുമ്പോൾ പ്രധാന പുരോഹിതന്റെ പരിചാരികമാരിൽ ഒരുവൾ വന്ന് അവൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് അവനെ നോക്കി പറഞ്ഞു: നീയും
നസ്രായനായ യേശുവിൻ്റെ കൂടെ ആയിരുന്നല്ലോ. അവനാകട്ടെ, നീ പറയുന്നതെന്തെന്ന് ഞാൻ അറിയുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നുമില്ല എന്ന് നിഷേധിച്ചു പറഞ്ഞു. പിന്നെ അവൻ പുറത്ത് പടിവാതിൽക്കിലേക്ക് പോയി. ആ പരിചാരിക അവനെ പിന്നെയും കണ്ടപ്പോൾ അടുത്തു നിന്നവരോട് പറഞ്ഞു, ഇവൻ അവരിൽ ഒരുവനാണ്. അവൻ വീണ്ടും അത് നിഷേധിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അടുത്തു നിന്നവർ പത്രോസിനോട് പറഞ്ഞു, നിശ്ചയമായും നീ അവരിൽ ഒരുവനാണ്. നീയും ഗലീലിയക്കാരനാണല്ലോ. നിങ്ങൾ പറയുന്ന ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അവൻ ശപിക്കാനും ആണയിടാനും തുടങ്ങി. ഉടൻ തന്നെ കോഴി 2-ാം പ്രാവശ്യം കൂവി. കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുൻപ് നീ 3 പ്രാവശ്യം എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്ക് അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ ഉള്ളുരുകി കരഞ്ഞു.